ഇന്ന് നമുക്ക് ചെറുതായിട്ട് ബേബി റൂമിക്ക് കുറച്ച് ബിൽഡിംഗ് പരിപാടിയൊക്കെ ചെയ്താലോ? ഒരു വാർഡ്രോബ് ഫിക്സ് ചെയ്യാനുണ്ട്, പിന്നെ ഈ ടോയ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ബിൽഡ് ചെയ്യാനുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞ 6-7 കൊല്ലത്തില് കുറെ പുതിയ പണികൾ പഠിച്ചു. ഈ കാണുന്ന ഫിക്സിംഗ് ബിൽഡിംഗ് പരിപാടി, പെയിന്റിംഗ്, പിന്നെ കുറച്ചൊക്കെ ഫ്ലോറിന്റെ പരിപാടി ആകെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ 3 പേരും കൂടെയാണ് ഈ ബുക്കിൽ കാണുന്ന അലമറ പണിയാൻ വേണ്ടി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ വിളി വരുകൊണ്ടേ എന്തെങ്കിലും തിന്നോണ്ടിരിക്കണം. ഇപ്പൊ കയ്യിൽ കിട്ടിയത് ഒരു ആപ്പിളായിരുന്നു. അല്ലെങ്കിലും ഫുഡ് കഴിച്ചല്ലേ മനുഷ്യന് പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? തൽക്കാലം ഇന്നത്തെ പണി ഇവിടെ നിർത്താം. ഇനി ഡോർസ് ഫിക്സ് ചെയ്യാനും ഡ്രോവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനും സ്ക്രൂ ടൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പണി ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. പക്ഷെ ഇന്നിനി വയ്യ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീടിന്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഇങ്ങനെയാണ്. എന്തായാലും മുഴുവൻ ക്ലീനിങ്ങും റീഅറേഞ്ച്മെന്റും ഒന്നും നടക്കില്ല. തൽക്കാലം ചെറിയൊരു ക്ലീനിങ്ങും ഒപ്പം ഈ ബെഡ് നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാക്കി എടുക്കും കൂടെ ചെയ്യാം. ഇത് ഫീഡിംഗ് പില്ലോയും ബേബി ബെഡും ഡയപ്പർ ചേഞ്ചിങ് മാറ്റും സംഗതികളും ഒക്കെയാണ്. തൽക്കാലം ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ആ വാർഡ്രോബ് ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഷഡേന്ന് ആ ടീഷർട്ട് ഒന്ന് മാറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് പെർഫ്യൂമും അടിച്ച് നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? മീൻ മേടിക്കാൻ. ജീവിതത്തിൽ പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരം തോന്നിയൊരു സ്കില്ലാണ് ഡ്രൈവിംഗ്. ഇത് നമ്മൾ ഒടുക്കത്തെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു. വെള്ളിയാഴ്ചകളിൽ മാത്രം ഇവിടെയുള്ള ഒരു മാർക്കറ്റാണ് ഇത്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. ഈ കടലിൽ ഒറ്റനോട്ടത്തിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും അവരിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശിക്കുന്ന ചെമ്മീനാണ്. അത് മാത്രം വാങ്ങി നേരെ വീട്ടിൽ പോവാം. നമുക്ക് നാളെ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ തലയൊക്കെയുള്ള ചെമ്മീൻ വെച്ചുണ്ടാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണി ഇല്ലേ, അങ്ങനത്തെ ഒരു ബിരിയാണി. ഇതിന്റെ കന്നി മീൻ നന്നാക്കലാണ്. ഹൈവ, ആ പ്രൊഫഷണലിസം കണ്ടോ? ചുമ്മാ. തുടക്കത്തിൽ ആവേശം അധികം നേരം നീണ്ടു നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഒരു വിധമാണ് തീർത്തത്. കഴുകി അതിന്റെ ഓറഞ്ച് കളർ പോകാനായി തോന്നുന്നു. ഇനി നമുക്ക് ഇവനെ ഫ്രീസ് ചെയ്യാം. നാളെ രാവിലെ പുറത്തിറക്കാം. നമ്മൾ നാളെയെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാണല്ലോ കാരണവന്മാര് പറയാറ്. അതുകൊണ്ട് നാളത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രപ്പിംഗ് പരിപാടി നമുക്കിന്ന് തീർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില തുടങ്ങിയ സംഗതികൾ അരിഞ്ഞ് നമ്മൾ പെട്ടിയിലാക്കുന്നു, പാത്രത്തിലാക്കുന്നു. ഇനി ബാക്കി ക്ലീനിങ് വിഷ്ണു നോക്കിക്കോളും. അത് പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റാ. നമുക്ക് ഈ പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാം. നാളത്തെ ബിരിയാണി ആലോചിച്ച് ഇന്നേ വായിൽ വെള്ളം വരുന്നു. നാളെ ചെമ്മീൻ ബിരിയാണിയും ഡേറ്റ്സ് അച്ചാറും സാലഡും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണം.